പ്രത്യേകിച്ച് എന്റെ ചെറുപ്പക്കാരോട് പറയുന്ന മക്കളെ, നമ്മളിൽ പലർക്കും വല്ലാത്ത വാശിയാ. നമ്മുടെ ചെറുപ്പക്കാരിൽ പലർക്കും വല്ലാത്ത വാശിയാണ്. എങ്കിലും മക്കളെ, ആരെയും നീ കുറ്റം പറയരുത്. ഒരു ഉസ്താദന്മാരെയും നീ കുറ്റം പറയരുത്. ഒരു സംഘാടകനെയും നീ കുറ്റം പറയരുത്. നിന്റെ നേതാക്കന്മാരത് കാണിച്ചു തന്നിട്ടില്ല. സമസ്തയുടേതാണെങ്കിലും എന്റെ ചെറുപ്പക്കാരോട്, SSFന്റെ ചെറുപ്പക്കാരാണെങ്കിലും SKSSFന്റെ ചെറുപ്പക്കാരാണെങ്കിലും, മക്കളെ, നമ്മുടെ ഉസ്താദന്മാരുണ്ടല്ലോ, നമ്മുടെ പണ്ഡിതന്മാര് ഒരാളെയും ഇന്ന് വരെ ചീത്ത പറയുന്നത് നീ കേട്ടിട്ട് അതിന് നിനക്ക് ഓർമ്മയുണ്ടല്ലോ? ഏതെങ്കിലും ഒരു പണ്ഡിതൻ ഏതെങ്കിലും ഒരു സംഘടനയുടെ ഉസ്താദന്മാരെ കുറിച്ച് മോശമായി പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരിക്കലും അവര് പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാ മക്കളെ, അവരൊക്കെ മരിച്ചു കിടന്നപ്പോ അവരുടെ മുഖത്തൊരു പുഞ്ചിരി കണ്ടത്. അവരൊക്കെ മരിച്ചു കിടന്നപ്പോ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പടച്ചവനെ എന്തേ എനിക്കും നിങ്ങൾക്കും പറയാനുള്ളത്? ഒരുപാട് മഹത്തുക്കളായ പണ്ഡിതന്മാർ എത്ര കൊല്ലം കഷ്ടപ്പെട്ടിട്ടാ അവരിൽ പഠിച്ചതെന്നറിയോ? ഇത്രയും വലിയ നിലയിലെത്താൻ അവരൊക്കെ എത്ര കഷ്ടപ്പെട്ടിട്ടാ എത്തിയതെന്നറിയോ? അവരൊക്കെ അല്ലാഹുവിനെ മനസ്സിലാക്കിയവരാണ്. ആ പണ്ഡിതന്മാരെ കുറ്റം പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഫ്ലെക്സ് കീറിയിട്ട്, അല്ലെങ്കിൽ ഫ്ലെക്സ് വെച്ചിട്ടല്ല മക്കളെ വാശി കാണിക്കേണ്ടത്. എടാ, വാശി കാണിക്കേണ്ടത് ശത്രുവിനോടാ. എന്റെ ചെറുപ്പക്കാരോട്, ഇന്നത്തെ എന്റെ യുവത്വത്തിനോട് എനിക്ക് പറയാറുള്ളത്, മക്കളെ, വാശി കാണിക്കേണ്ടത് നിന്റെ ശത്രുവിനോടാ. നിന്റെ ശത്രുവാരെന്നറിയോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് നിന്റെ ശത്രുവാരാണെന്ന്. അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരോട് പറയുന്നു, മോനെ, നിനക്ക് ആ ശത്രുവിനെ തോൽപ്പിക്കാൻ കഴിയണം. നിനക്ക് വാശിയുണ്ടെങ്കിൽ, നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ നീ ചെയ്യേണ്ടത് അവനെ പരാജയപ്പെടുത്തല. അതിന് ചെയ്യേണ്ടത് എന്തെന്നറിയോ? ഒരു കവി പറഞ്ഞ 4 വരി ബൈത്ത് ഞാൻ പറയാം. എന്റെ ചെറുപ്പക്കാരോട്, ഞാൻ ഒരിക്കലും പടച്ചവനെ സംഘടന പറയുന്നവനല്ല. ഞാനൊരു അൽഹംദുലില്ലാഹ്, എനിക്ക് അഭിമാനത്തോടു കൂടി പറയാ ഞാനൊരു സമസ്തക്കാരനാണെന്ന്. പക്ഷേ യഥാർത്ഥ സമസ്തക്കാരൻ ഒരു ഉസ്താദിനെയും കുറ്റം പറയൂല, ഒരാളെയും പറയൂല. ഒരു ഉസ്താദും, പടച്ചവനെ, നിങ്ങൾ ഓരോരുത്തരും ശംസുൽ ഉലമയെ മുഴുവൻ തുടങ്ങ്. അല്ലാഹുവേ, ശംസുൽ ഉലമ, അല്ലാഹു ഖബർ വിശാലമാക്കട്ടെ. പടച്ചവനെ, ഓരോ മഹത്തുക്കളെയും എടുത്ത് നോക്ക്. എന്റെ പ്രിയപ്പെട്ടവരെ, ആരെങ്കിലും നമുക്കങ്ങനെ പഠിപ്പിച്ചു തന്നിട്ടില്ല. നമ്മൾ തമ്മിലടിക്കാനുള്ളവരല്ല, നമ്മൾ പരസ്യമായി കലഹിക്കാനുള്ളവരല്ല. നമ്മൾ മുസ്ലിമീങ്ങളാണ്. നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കേണ്ടവരാണ്. ഒരുമ്മ പറ്റ മക്കളെ പോലെ നിൽക്കേണ്ടവരാണ്. പക്ഷേ വാശി കാണിക്കേണ്ടത് ഏതെങ്കിലും ഒരു സംഘടനയുടെ പേര് പറഞ്ഞിട്ടല്ല. യഥാർത്ഥ ശത്രുവിനോട് പോരാട്. യഥാർത്ഥ ശത്രുവാരാണെന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ശപിക്കപ്പെട്ട ഇബ്ലീസാ, അവനെ പരാജയപ്പെടുത്താൻ പരിശ്രമിക്ക്. എങ്ങനെയാണ് അവനെ പരാജയപ്പെടുത്തേണ്ടത്? എന്റെ ചെറുപ്പക്കാരാ, അന്തല്ലദീ വലദതു ഉമ്മുക ബാക്കിയാ വന്നാസു ഹൗലക യൽഹഖൂന സുറൂറാ വജ്ഹദ് ലിനഫ്സിക അൻ തകൂന ഇദാ ബകൂ في حال موتك ضاحكا مسرورا. കവി പറയുകയാ, ഉമ്മ എപ്പോഴും നിന്നോട് പറയുമല്ലോ. എപ്പോഴും പറയും, എന്നോട് എന്റെ ഉമ്മ പറഞ്ഞിട്ടുണ്ട്, സിറാജ്, മരണവേദനയുടെ വേദനയും നൊന്താണ് നിന്നെ പ്രസവിച്ചതെന്ന്. എല്ലാ ഉമ്മമാരും അത് പറയാറുണ്ട്. അള്ളാഹു അവർക്ക് അതിന്റെ പ്രതിഫലം കൊടുക്കുമാറാകട്ടെ. അള്ളാഹു പ്രതിഫലം കൊടുക്കുമാറാകട്ടെ. പക്ഷെ ഉമ്മാനോട് ചോദിക്കണം, ഉമ്മ, നിങ്ങൾ എത്ര വേദന സഹിച്ചു പ്രസവിച്ചതാണെങ്കിലും എന്നെ ആദ്യമായിട്ട് കണ്ടപ്പോ നിങ്ങൾ ചിരിച്ചില്ലേ? ഉമ്മാനോട് ചോദിക്കണം. ഉമ്മ ചിരിച്ചു. അല്ലെങ്കിൽ നിങ്ങൾ പോയി ചോദിക്ക്, നമ്മളും ചിരിച്ചില്ലേ? എന്റെ സഹോദരൻ, ഞാൻ എന്റെ മകനെ, എന്റെ ഭാര്യ പ്രസവിച്ചു, എന്റെ മോൻ സിനാനിനെ കൊണ്ടുവന്ന് കാണിച്ചപ്പോ ഞാൻ ഒറ്റ ചിരിയാ, സന്തോഷത്തിന്റെ ചിരി. പക്ഷേ നമ്മുടെ ഉമ്മയും നമ്മുടെ ഉപ്പയും എല്ലാവരും നമ്മുടെ മുഖത്ത് നോക്കി ചിരിച്ചപ്പോ നമ്മൾ കരയുകയായിരുന്നു. നമ്മൾ കരഞ്ഞപ്പോ ഉമ്മ മുഖത്ത് നോക്കി ചിരിച്ചു, വാപ്പ ചിരിച്ചു, എല്ലാരും ചിരിച്ചു. പക്ഷെ നമ്മൾ കരയുകയാ. തൊണ്ട പൊട്ടിയിട്ട് ഞാനും നിങ്ങളും കരഞ്ഞപ്പോ എല്ലാരും നമ്മുടെ മുഖത്ത് നോക്കി ചിരിച്ചു. അതുകൊണ്ട് കവി പറയുകയാ, അവരോട് നീ പ്രതികാരം ചെയ്യണം.
നീ കരഞ്ഞ സമയത്ത് നിന്റെ മുഖത്ത് നോക്കി ചിരിച്ചവരോട് നീ പ്രതികാരം ചെയ്യണം. എങ്ങനെ? ഉമ്മാടെ അടിനാവിക്ക് ചവിട്ടിയിട്ടല്ല, ഉമ്മാനെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയിട്ടല്ല, വാപ്പാനെ പട്ടിണിക്കിട്ടിട്ടല്ല. എങ്ങനെ പകരം വീട്ടണം? വജ്ഹദിലി നഫ്സിക, എന്റെ മാതാപിതാക്കളോട് ഞാൻ പകരം വീട്ടേണ്ടത് ഒരു ദിവസം ഞാൻ മരിക്കും, ഒരു ദിവസം ഞാൻ മരിക്കും. അന്ന് 3 കഷ്ടം വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് എന്റെ വീടിന്റെ ഇങ്ങനെ മരിക്കണം. എടാ, നിന്നെ കുറിച്ച് ഇത്ര വിളിച്ചവൻ, നിന്നെ കുറിച്ച് പരിഹാസങ്ങളും അപവാദങ്ങളും പറഞ്ഞ് നിന്നെ നാണം കെടുത്തിയവൻ, നീ മരിച്ചെന്ന് കേൾക്കുമ്പോ എല്ലാരും കാണാൻ പോകുമ്പോ അവൻ ചിന്തിക്കും, ഞാൻ പോയില്ലെങ്കിൽ നാട്ടുകാരെന്തെങ്കിലും പറയുമല്ലോ. അങ്ങനെ നിന്റെ വീടിന്റെ മുന്നിൽ വന്ന് ക്യൂ നിന്ന് അവസാനം നിന്റെ ചാരത്ത് വന്ന് നിന്റെ മുഖത്തിട്ടിരിക്കുന്ന വെള്ളത്തുപ്പക്കാരോട് നമ്മൾ ഒറ്റക്കെട്ട, നമ്മളെല്ലാവരും ഒറ്റക്കെട്ടാണ്. ഒരു തസ്ലിമണിയിലെ മുത്തുകളാ നമ്മൾ ഏതെങ്കിലും നിസ്സാര കാര്യത്തിന്റെ പേരിൽ പരസ്പരം തമ്മിൽ തൊലയേണ്ടവരല്ല. ഐക്യത്തോടുകൂടി നിൽക്ക്. ആ ഐക്യമായി നിൽക്കേണ്ട സമയമാണിത്. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് എന്റെ മക്കളോട് പറയുന്നത്, നമ്മുടെ ഏറ്റവും വലിയ ശത്രു ഇബ്ലീസ. വാശിയും വൈരാഗ്യവും ഉണ്ടെങ്കിൽ അത് കാണിക്കേണ്ടത് മരിച്ചു കിടക്കുന്ന സമയത്ത് നിന്റെ ശത്രുക്കളുടെ മുഖത്ത് നോക്കി ചിരിക്കുന്ന രീതിയിൽ മരിക്കണം. അള്ളാഹു നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദര, എപ്പോഴാ എവിടെ വെച്ചാ എങ്ങനെ എനിക്കോ നിങ്ങൾക്കോ അറിയില്ല. അള്ളാഹ് പറഞ്ഞു, എപ്പോഴാ മരിക്കുന്നത് എന്ന് അള്ളാഹ്ക്ക് മാത്രമേ അറിയത്തുള്ളൂ. അതുകൊണ്ട് ഈ സിറാജാണോ അതോ നിങ്ങളാണോ, ആരാണെന്ന് അള്ളാഹു ആയാലും ആരായാലും അള്ളാഹു നല്ല മരണം തരുമാറാകട്ടെ. അതുകൊണ്ട് ഒന്ന് തൗബ ചെയ്യാൻ പോലും സമയം കിട്ടണമെന്നില്ല, ഒന്ന് പൊരുത്തം ചോദിക്കാൻ പോലും സമയം കിട്ടണമെന്നില്ല. അതുകൊണ്ട് അതിനുള്ള അവസരങ്ങൾ മാറ്റിവെച്ച് അള്ളാഹുവിന്റെ മുന്നിൽ ചെയ്തു പോയത് മുഴുവനും ഏറ്റുപറഞ്ഞു നമുക്ക് അള്ളാഹിന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്ത് പിരിയാം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.